ഉപതിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാലക്കാട് മൂന്ന് മുന്നണികളും പ്രവർത്തകരെ സജ്ജമാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്നതും പാലക്കാട് തന്നെയായിരിക്കും. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയ സ്ഥാനാർത്ഥിയായിട്ട് പോലും 3859 വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിലിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഷാഫിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി തൊട്ടു പിന്നിൽ വന്നിരുന്നത് BJP സ്ഥാനാർത്ഥിയായ മെട്രോമാൻ E ശ്രീധരനാണ്. ഷാഫി പറമ്പിൽ 54,079 വോട്ടുകൾ നേടിയപ്പോൾ ശ്രീധരന് 50,220 വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ CPM-ലെ CP പ്രമോദിനാകട്ടെ 36,433 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നിരുന്നു. 2016 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചത്. 57,559 വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ലഭിച്ചത്. 40,076 വോട്ട് നേടി BJP-യുടെ ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. CPM-ന്റെ NN കൃഷ്ണദാസിന് ലഭിച്ചത് 38,675 വോട്ടുകളാണ്. അന്നും പാലക്കാട് CPM മൂന്നാമതെത്തുകയാണ് ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷനായിരിക്കെ 2011 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ 7,403 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കുന്നത്. പിന്നെ ഷാഫി തോൽവി അറിഞ്ഞിട്ടില്ല. ഷാഫി മത്സര രംഗത്തില്ലാതെ നടക്കുന്ന ഇത്തവണത്തെ ഉപതിരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ച് അഗ്നി പരീക്ഷണമാണ്. ഉപതിരഞ്ഞെടുപ്പായതിനാൽ എതിർ സ്ഥാനാർത്ഥികളും ശക്തരാകും, മത്സരത്തിന്റെ വീര്യവും കൂടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, ഡോക്ടർ സരിൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായിരിക്കുന്നത്. BJP-യിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ, C കൃഷ്ണകുമാർ, നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്രതീക്ഷിത നിയോഗമെന്ന നിലയിൽ K സുരേന്ദ്രന് തന്നെ നറുക്കുവീഴാനും സാധ്യതയുണ്ട്. ഇത്തവണ പാലക്കാട് പിടിച്ചിരിക്കുമെന്ന വാശിയിലാണ് BJP മുൻപോട്ട് പോകുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് ഇത്തവണയും CPM സ്ഥാനാർത്ഥി തന്നെയാണ് പാലക്കാട് മത്സരിക്കുക. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കാനാണ് CPM ശ്രമിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ മത്സരിച്ച V വസീഫിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയാണ് തീരുമാനിക്കുകയെന്ന് V വസീഫ് പ്രതികരിച്ചു. ഇതിലൂടെ യുവനേതാവായ അദ്ദേഹത്തെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംഘടനാ പരിപാടികൾക്കായി പാലക്കാട് എത്തിയ വസീഫ് മണ്ഡലത്തിൽ ഇപ്പോൾ ഏറെ സജീവമായി നിൽക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലം ആയതുകൊണ്ട് തന്നെ വസീഫിനെ നിലനിർത്തിയാൽ BJP-ക്കും UDF-നുമെതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. BJP വിജയിക്കുമെന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായി കഴിഞ്ഞ തവണ വീണ ഇടത് വോട്ടുകൾ ഇത്തവണ എന്തായാലും UDF-ന്റെ പെട്ടിയിൽ വീഴാൻ സാധ്യതയില്ല. കോൺഗ്രസ് വിമത നേതാവ് AV ഗോപിനാഥ് മുതൽ യുവ നേതാക്കൾ വരെ CPM-ന്റെ സാധ്യതാ പട്ടികയിൽ ഉണ്ടെങ്കിലും പാലക്കാട്ടെ CPM പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് M സ്വരാജിനെയും വസീഫിനെയും ഒക്കെ പോലെയുള്ള ഒരു തീപ്പൊരു നേതാവിനെയാണ്. മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാറിനെ പരീക്ഷിക്കണമെന്ന അഭിപ്രായവും അണികൾക്കിടയിൽ ഉണ്ട്. പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും രണ്ടാം സ്ഥാനമെങ്കിലും പിടിക്കുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. ചേലക്കര നിലനിർത്തുകയും പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു ഉണർവാകും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനാണ് CPM പ്രാധാന്യം നൽകുന്നത്. CPM പാലക്കാട് വോട്ട് വർദ്ധിപ്പിച്ചാൽ അത് UDF-ന്റെ സാധ്യതകളെയാണ് ബാധിക്കുക. ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം നല്ല ഭയത്തിലാണ് ഉള്ളത്. പാലക്കാട് CPM വോട്ട് വർദ്ധിപ്പിക്കുകയും BJP വിജയിക്കുകയും ചെയ്താൽ ഒരിക്കലും അതിന്റെ പഴയ CPM-ന് ചാർത്തി നൽകാൻ കോൺഗ്രസിന് കഴിയുകയില്ല. തൃശൂർ ലോക്സഭാ സീറ്റ് BJP പിടിച്ചതും കോൺഗ്രസിൽ നിന്നും ആയതിനാൽ പാലക്കാട് കൂടി താമര വിരിഞ്ഞാൽ UDF-ന് അത് വലിയൊരു പ്രഹരമായി തന്നെ മാറും. നിയമസഭയിൽ CPM പൂട്ടിച്ച അക്കൗണ്ട് കോൺഗ്രസ് തുറപ്പിച്ചെന്ന പ്രചാരണത്തിനും അത്തരമൊരു സാഹചര്യം വഴിയൊരുക്കും. CPM-നെ സംബന്ധിച്ച് അവരുടെ പ്രധാന രാഷ്ട്രീയ ശത്രു BJP ആണെങ്കിലും കോൺഗ്രസിനെ വിജയിപ്പിച്ച് രാഷ്ട്രീയ തിരിച്ചടി ഏറ്റുവാങ്ങാൻ ഇനിയും അവർ തയ്യാറാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി മറികടക്കാൻ ചേലക്കര നിലനിർത്തേണ്ടതും പാലക്കാടിൽ വോട്ട് ശതമാനം ഉയർത്തേണ്ടതും ഇടതുപക്ഷത്തിന് അനിവാര്യമാണ്. അതിനായി ഏതറ്റം വരെ പോകാനും CPM തയ്യാറാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 18 സീറ്റിന്റെ കൂറ്റൻ ജയത്തിന്റെ പകിട്ട് ഒറ്റയടിക്ക് പോകാൻ UDF-ന് പാലക്കാട്ടെ ഒരു തോൽവി മാത്രം മതിയാകും. തൃശൂർ ലോക്സഭാ സീറ്റിൽ അട്ടിമറി വിജയം നേടി BJP-ക്ക് പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അവരുടെ കേരള സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയാവുക. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചത് തന്നെ കോൺഗ്രസിന്റെ താല്പര്യമായതിനാൽ BJP അഥവാ വിജയിച്ചാൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പ്രധാനമായും കോൺഗ്രസിന് തന്നെ ആവാനാണ് സാധ്യത. രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ്.